ക്രിക്കറ്റ് ഒരു പാഷനായി കണ്ട് നിരവധി പെൺകുട്ടികളാണ് ക്രിക്കറ്റ് രംഗത്തേക്ക് വരുന്നത്. നമുക്ക് അന്തർദേശീയ താരങ്ങളടക്കം മലയാളികൾ തന്നെ ക്രിക്കറ്റ് രംഗത്തുണ്ട്. അങ്ങനെ ക്രിക്കറ്റ് വളരെ മോഹവുമായി എത്തുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു പരിശീലകൻ. നമുക്കറിയാം, കായിക രംഗത്തൊക്കെ പരിശീലകർക്ക് അവരുടെ കോച്ചുമാരെ അത്രയധികം ബഹുമാനത്തോടുകൂടി അവരെ വിശ്വസിച്ച് തന്നെയാണ് ഓരോ കുട്ടിയും ഓരോ കായിക ഇനത്തിലും പരിശീലനത്തെത്തുന്നത്. അതുപോലെ അങ്ങനെ വിശ്വസിച്ചെത്തിയ പെൺകുട്ടികളെയാണ് ഒരു പരിശീലകൻ മനു എന്നു പേരുള്ള ക്രിക്കറ്റ് പരിശീലകൻ തിരുവനന്തപുരത്ത് പീഡിപ്പിച്ചത്. ഈ ക്രിക്കറ്റ് ലോകത്തൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ്. അയാൾ ഇപ്പോൾ 3 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. ഇന്ന് ഒരു കേസിൽ കൂടി മനുവിനെ പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. എന്നോടൊപ്പം ഈ പോക്സോ കോടതിയിലെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജയമോഹൻ ചേർന്നു. എന്താണ് ഈ കേസ്? എങ്ങനെയാണ് ഈ മനുവിന്റെ പീഡനം ഒരു പരമ്പര ഒന്നിന് പറയേണ്ടി വരും? പീഡന പരമ്പരയാണ്. എങ്ങനെയാണത് പുറത്തു വന്നത്? പീഡന പരമ്പര തന്നെയാണ്. കാരണം ഈ ക്രിക്കറ്റ് പാഷനായിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് ക്രിക്കറ്റ് അവരെ ഒരു ജീവിതത്തിൽ അങ്ങേയറ്റം അറിയില്ല. ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്തിരിക്കുന്നു. 2020 അടക്കമുള്ളവരൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ്. അപ്പൊ അതിന് ഇപ്പം നമ്മളെല്ലാം ആരായാലും ഒരു കായിക രംഗത്ത് വരുമ്പോൾ കോച്ചിനെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. അപ്പൊ അത് ചൂഷണം ചെയ്താണ് ഈ മനു ചെയ്തത്. എത്ര വയസ്സുള്ളപ്പോഴാണ് കുട്ടികൾ പീഡനത്തിന്? 8ാം ക്ലാസ് മുതൽ 10, 12, 14, 15 വയസ്സ് വരെ ഒരു പീഡനത്തിൽ അവസാനം പീഡനം മനംനൊന്തി ഈ കുട്ടികൾ പോയി, ഇടം വിട്ടുപോയി. KCയുടെ ക്രിക്കറ്റ് കോച്ചാണ്. KCയുടെ അവസാനം ഇവിടെ സ്റ്റേറ്റ് ടീമിന്റെ ആയിരുന്നല്ലോ. സ്റ്റേറ്റ് ടീമിന്റെ അതെ അണ്ടർ കൊച്ചുകുട്ടികളുടെ കോച്ചായിരുന്നു, വലിയ കുട്ടികളുടെയും കോച്ചായിരുന്നു. അപ്പൊ ഇത് ചൂഷണം കണ്ടുകൊണ്ട് തന്നെ KC എല്ലാം മാറ്റിയുണ്ട് അവിടെ നിന്ന്. ആദ്യം എങ്ങനെയാണ് ആദ്യ കുട്ടി എങ്ങനെയാണ് പരാതി പറയുന്നത്? ആദ്യ കുട്ടി പരാതി പറയുന്നത് ഈ 6 കുട്ടികൾക്കും ഈ സംഭവം ഉണ്ടെങ്കിൽ ഇതാരും പുറത്തു പറഞ്ഞില്ല, പേടിച്ച്. അപ്പോൾ ഇവിടെ ഒരു പിങ്ക് ടൂർണമെന്റ് നടന്നായിരുന്നു. അത് അന്ന് ആ സമയത്ത് ഇയാൾ കോച്ചായിരുന്നു. ആ കോച്ച് നടക്കുന്ന സമയത്ത് ഒരു കുട്ടി കുറെ കാലത്തിന് ശേഷം ഈ പ്രതിയെ കാണുന്നു. പ്രതിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി പേടിച്ചത് ബോധം കിട്ടും. അപ്പം ഒരു ട്രോമാറ്റിക് ആയിപ്പോയി. ടൂർണമെന്റ് വന്നപ്പോൾ ഒരു ട്രോമാറ്റിക്കായി ഇയാളെ കാണേണ്ടി വരുമെന്നൊരു സാഹചര്യമൊന്നും അവർക്ക് അറിയില്ല. അത് കണ്ടിട്ട് കുട്ടി ബോധം കെട്ട് വീണപ്പോഴാണ് തൊട്ടടുത്ത കോച്ചുകളും മറ്റുള്ളവരും ചോദിച്ചപ്പോഴത്തേക്കാണ് ഈ കുട്ടി ഈ പീഡനത്തിന്റെ കഥ പറഞ്ഞത്. ഇത് പരാതി കൊടുത്തതിന് ശേഷം പിന്നെ മറ്റുള്ളവരെല്ലാം ആ പീഡനത്തിന്റെ പരമ്പരകളുടെ പിന്നെയാണ് ക്രിക്കറ്റ് ലോകം എല്ലാം ഞെട്ടിപ്പോകുന്ന ഈ പരമ്പര എല്ലാവരും അറിഞ്ഞത്. ആദ്യ കേസ് എങ്ങനെയാണ്? എന്ത് വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്? അല്ല, ആദ്യ കേസ് വന്നപ്പോൾ ആദ്യ കേസിന്റെ വിധിയാണ് ഇന്ന് കുറ്റക്കാരനായി കണ്ടെത്തിയത്. ബാക്കി അതിന് ശേഷം വന്ന 2 കേസുകളാണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് വിധി പറഞ്ഞ കേസുകളുടെ മറ്റു കേസ് ഇന്നത്തെ അല്ലാത്തത്? ഇന്ന് 35 വർഷമാണ്. 35 വർഷമാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ 10 കൊല്ലം അനുഭവിച്ചാൽ മതി. ഈ ആദ്യം പറഞ്ഞ കേസ് 16 കൊല്ലമാണ്. അതിൽ 5 കൊല്ലം അനുഭവിച്ചാൽ മതി. രണ്ടാമത്തെ കേസിൽ ഒന്നുകൂടെ വരാനുണ്ട്. ഇനി വരാനുള്ള കേസും അതില് ബലാത്സംഗം അടക്കമുള്ള കേസാണ്. അതിലും ആ കേസിലും അതുണ്ട്. ഈ കൂടുതൽ കുട്ടികൾ വന്ന സ്ഥിതിക്ക് KC ഇതിൽ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ബാക്കി KC അപ്പോൾ തന്നെ ഇടപെട്ട് ഇയാൾ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിന് മുമ്പ് തന്നെ ഈ സംഭവം ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ തന്നെ അവർ അതിൽ നിന്ന് മാറാനുള്ളൊരു സംവിധാനം പുള്ളി തന്നെ തുടങ്ങിയായിരുന്നു. KCയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ പ്രതി നേരിട്ട് അതിന് കുറ്റം സമ്മതിച്ചു. എന്താണ് ഇയാളുടെ ഒരു പ്രതി അങ്ങനെ കുറ്റം സമ്മതിക്കില്ലല്ലോ. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനായി കണ്ടെത്തിയത്. ഈ ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടായിരുന്നു കാരണം പഴയ കേസാണ്. ഈ കേസിൽ വലുതായിട്ട് ശാസ്ത്രീയ തെളിവില്ല. പുതിയതായിട്ട് വരാൻ പോകുന്ന 2 കേസിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഇതിലുണ്ട്. ഈ മൊബൈൽ പകർത്തിയ ഇത് പക്ഷെ മൊബൈലിൽ അയാൾ അപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്തിരുന്നു. മറ്റൊരു ഇരയെ കൊണ്ട് അതൊരു സംഭവം. മറ്റൊരു ഇടയെ പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടി പേടിച്ചുപോയി. കാരണം ഇതാണല്ലോ, ഇത് പുറത്തു പറഞ്ഞാൽ ഈ വീഡിയോകളെല്ലാം ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇയാളും പകർത്തി മറ്റേ ഇരകളെ കൊണ്ട് പറഞ്ഞു. ഇയാൾ മറ്റേ കുട്ടി എതിർത്തപ്പോഴത്തേക്കാണ് വേറൊരു കൊച്ചിനെ കൊണ്ട് പകർത്തിയത്. അപ്പം ഇതെല്ലാം ഗ്രൗണ്ടിൽ വെച്ചാണ് കുട്ടികൾ പീഡിപ്പിക്കുന്നത്. ഗ്രൗണ്ടിലല്ല, ബാത്റൂമിൽ വെച്ചാണ്. ബാത്റൂമിൽ വെച്ചാണ്. ബാത്റൂമുണ്ട്, ജിമ്മുണ്ട്. അപ്പൊ ഇയാളെ കൈവശമായിരുന്നല്ലോ. ഇയാളെ കൈവശമല്ല, ഇയാളുടെ കുട്ടികളാണ്. പിന്നെ വേറെ ഒരു കുട്ടിക്കൊരു സ്വന്തമായിട്ടൊരു വീടിനടുത്ത് ടർഫുണ്ടായിരുന്നു. ആ ടർഫിൽ വെച്ചും പീഡനം തുടർന്നു. പല സ്ഥലങ്ങളിൽ എവിടെ വെച്ചെല്ലാം നടന്ന് പലതവണയാണ് പീഡിപ്പിച്ചത്. ഭീകരമായിട്ടുള്ള പീഡനം നടന്നു. ഈ ആദ്യ കുട്ടി പരാതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ധാരാളം ധൈര്യം വന്നത്. വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. ഈ സംഭവം വന്നതിന് ശേഷമാണ് മറ്റു കുട്ടികൾ ഇങ്ങനെ പറയാനുള്ള ധൈര്യം കാണിച്ചത്. അല്ലെങ്കിൽ ഇത് ആ കുട്ടി പറഞ്ഞെങ്കിൽ വേറെ ആരും പറയില്ല. ഈ കരിയറിനെ ബാധിക്കുന്ന പേടി മാത്രമാണ്. പിന്നെ പേടിയല്ലേ, കുട്ടികളെ ഭീഷണിപ്പെടുത്തിയല്ലേ പോകുന്നത്. മാത്രമല്ല വീഡിയോകളെല്ലാം ഇവരെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന പേടിയും ഈ കുട്ടികൾക്കുണ്ട്. അതിനാണ് കുട്ടികളെ വിശ്വസിച്ച് സ്കൂളുകളിൽ വിടുമ്പോൾ തന്നെയാണ് ഈ പരിശീലനത്തിനും കായിക പരിശീലനത്തിനുമൊക്കെ രക്ഷകർത്താക്കൾ വിടുന്നത്. അവിടെ അത്രയധികം വിശ്വസിച്ചേൽപ്പിക്കുന്ന പരിശീലകരാണ് ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിച്ചത്. അത് അവരുടെ ക്രിക്കറ്റ് ഭാവിയെ തകരുമെന്ന് കരുതി അവരെ സമൂഹമതത്തിൽ നാണം കെടുമെന്ന് കരുതിയൊക്കെ പലപ്പോഴും കുട്ടികൾ മറച്ചുവെച്ച കേസാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ പരാതി പറയാൻ തയ്യാറായതാണ് ഇങ്ങനെ ഒരു പരിശീലകൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഇനിയും 3 കേസുകൾ കൂടി ഇയാൾക്കെതിരെ വിധി വരാനുണ്ട്. അതിന്റെ വിചാരണ ഇപ്പോൾ തിരുവനന്തപുരം പോക്സോ കോടതിയിൽ നടക്കുകയാണ്.